നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ക്യാബിൽ നിന്നും ബാഗ് എടുത്തിരിയുമ്പോഴാണ് കാവ്യയുടെ മുമ്പിൽ കിരൺ കയറിയുന്നത്. എന്താ കിരൺ? അവളൊരു അമ്പരപ്പോടെ കിരണിനോട് ചോദിച്ചു. കയ്യിൽ കരുതിയൊരു എൻവലപ്പ് കിരൺ കാവ്യക്ക് നേരെ നീട്ടി. ഇതെന്താ ഇതില്? കാവ്യ ചോദിക്കുമ്പോൾ കിരൺ നോക്കിയത് അശ്വിനെയാണ്. കാവ്യ, എളിയെ കൈ കിട്ടിയ പൂച്ച അതിനെ തട്ടി കളിക്കുന്ന കണ്ടിട്ടുണ്ടോ നീ? ആ പൂച്ചയാണ് ജാൻ. അവനതൊരു ഹര. എളിയുടെ പ്രാണവേദന കാണാനൊരു സുഖം. പക്ഷേ ഈ കിരൺ അങ്ങനെയല്ല, ഒറ്റയടിക്ക് അങ്ങ് തിന്നു. സോ ഇത് അശ്വിന്റെ ടെർമിനേഷൻ ലെറ്റർ. നിന്റെ കൈ കൊണ്ട് ഐശ്വര്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് വേഗം താഴേക്ക് വാ, ഞാൻ അവിടെ കാണും. നീലാംബരിയും കാവ്യയും കണ്ണുതള്ളി പരസ്പരം നോക്കി നിന്ന് പോയി. അശ്വിൻ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഒന്ന് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയാനുള്ള അവസരം പോലും കിട്ടിയില്ല അശ്വിന്. കാവ്യ ഒരു പകപ്പോടെ അശ്വിന്റെ നേരെ എൻവലപ്പ് നീട്ടി. ദേഷ്യം നുരഞ്ഞേറിയ മുഖത്തോടെ അശ്വിൻ തട്ടിപ്പറിക്കുമ്പോൾ അത് വാങ്ങി വേഗത്തിൽ പുറത്തേക്ക് പോയി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? കീർത്തന കണ്ണും തള്ളി നിന്നല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. ആവണി. പുറകിൽ നിന്നും കേട്ട ജാന്റെ ശബ്ദത്തിൽ ആവണിയെന്ന് ഞെട്ടി. എങ്കിലും അത് മറച്ചു വെച്ച് അയ്യോ പാവം പോലൊന്ന് തിരിഞ്ഞു നോക്കി അവൾ. തന്നെ അടിമുടി നോക്കി വളരെ പതിയെ അടുത്തേക്ക് നടന്നു വരുന്നവനെ വിശ്വസിക്കാനാവാതെ തന്നെ കണ്ണെടുക്കാതെ നോക്കിപ്പോയി ആവണി. ഒരു വേള അവൾ ചിന്തിച്ചു പോയി. സാരി ചുറ്റി വന്ന് എത്രയോ നന്നായെന്ന്. വൈകുന്നേരം വരെ കാത്താലെന്താ? ജാൻ ഫ്ലാറ്റായല്ലോ. മൊത്തത്തിലൊന്ന് നോക്കി ഒരു വട്ടം അവൾക്ക് ചുറ്റൊന്ന് കറങ്ങിയവൻ. കൊള്ളാം, ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണി നിനക്ക്. ഓഫീസിൽ നീ നീലാംബരിയോട് പ്രസംഗിച്ചൊക്കെ ഞാൻ കേട്ടു. നന്നാവാൻ തീരുമാനിച്ചാണെങ്കിൽ നിനക്ക് കൊള്ളാം. മറിച്ച് നിന്നെ നന്നാക്കാൻ ഞാൻ ഒരിക്കൽ കൂടി ശ്രമിച്ച നീ തീർന്നു പോവാവണി. പിന്നെ കോഫി, അതറിയാതെ സംഭവിച്ചതാണെങ്കിൽ ഐ വിൽ ഫോർഗിവ് യു ഫോർ ദാറ്റ് ഹീറ്റ്. ഇഫ് ഇറ്റ് വാസ് ഇന്റൻഷണൽ, there won't be a single part of your body left that hasn't been burnt. വല്ലാതെ ശാന്തമായൊരു വാണി. പക്ഷെ ആ ശാന്തതയിൽ പോലും 1000 സിംഹങ്ങളുടെ ഗർജനം മുഴങ്ങുന്ന പോലെ തോന്നിയ ആവണിക്ക്. നോ ജാൻ, അറിയാതെ പറ്റിയതാ. അതിന് ഞാൻ അവളോട് സോറി പറഞ്ഞിരുന്നു. സത്യം, യു ക്യാൻ ആസ്ക് ഹർ. പരിഭ്രമം മറച്ചു വെച്ച് വല്ലവിധേനെ ആവണി പറഞ്ഞൊപ്പിക്കുമ്പോൾ അതീവ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു നീങ്ങിയവൻ. പുറകിലായി തന്നെ ആവണി മുന്നോട്ട് നടക്കുമ്പോൾ അവൾക്ക് പുറകിലായി വേഗത്തിൽ നടന്നു വന്നു നീലാംബരിയും കാവ്യയും. ഓഫീസിന് പുറത്തെത്തിയതും കണ്ടു. ഗാർഡിന്റെ അടുത്തായി അവർ കാത്തിരിക്കുന്ന ശിവനാഥ് മേനോനും ശശിധരനും കുടുംബവും. അവരുടെ കണ്ണുകളിൽ അപ്പോഴും മുടക്കിയത് നീലാംബരി തന്നെയായിരുന്നു. പാർക്കിങ്ങിൽ നിന്നും കാർ വരുന്നതിനായി കാത്തിരിക്കുകയാണ് ശിവനാഥ് മേനോൻ. അപ്പോഴേക്കും ജാന്റെ ഓടി കാർ സെക്യൂരിറ്റി അവിടേക്ക് ഓടിച്ചുകൊണ്ടുവന്നിരുന്നു. അയാളിൽ നിന്നും കാർ കീ വാങ്ങി കാവ്യയോട് കാർ കയറാൻ പറഞ്ഞ ശേഷം നീലാംബരിയെ ചേർത്ത് പിടിച്ച് അവൻ അവൾക്കായി പുറകിലെ ഡോറ് തുറന്നു കൊടുത്തു. അവൾ കയറിയതും ഡോറ് വലിച്ചടച്ച് ഡ്രൈവർ സീറ്റിലേക്ക് ജാൻ കയറുമ്പോൾ കോ ഡ്രൈവർ സീറ്റിൽ കിരണും കയറിയിരുന്നു. ആ കാഴ്ച മായയിൽ ലാവണിയെ തികഞ്ഞ അസൂയയോടെ നോക്കി നിൽക്കുമ്പോൾ മുകുന്ദന് നീലാംബരിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി. ദത്തമാവ, ഞാൻ തിരികെ പോവാ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ ഏത് നിമിഷം ഒരു കൊലപാതകയായിരിക്കും. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒന്നുമല്ലാത്തവനായി പോകുന്ന പോലെ അവന്റെ മുമ്പിൽ ഞാൻ വേറൊരു കഴിവട്ടാനായിട്ട് എനിക്ക് സ്വയം തോന്നുക, ഉറക്ക അലറാൻ തോന്നുക. പതിഞ്ഞ മുരൾച്ചയായി മുകുന്ദൻ പറയുമ്പോൾ ദത്തൻ രൂക്ഷമായി നോക്കിയവനെ. എടാ, നീ സ്വയം നിന്റെ ശക്തി തിരിച്ചറിയണം മുകുന്ദ. നിന്നെ ഞാൻ കുറ്റം പറയില്ല. ഇതുപോലൊരു സ്ഥലത്ത് വന്ന് അവനെ പോലെ ഒരുത്തനെ നേർക്കുനേറിയെന്ന് പോരി വിളിക്കാൻ ആണായി പറഞ്ഞവന് കഴിയില്ല. പക്ഷേ പിന്നിൽ നിന്നും കുതികാരി വെട്ടാൻ ഈ മാമ നിന്നെ പഠിപ്പിക്കാം. ഇപ്പൊ നമുക്ക് ആവശ്യം പണം. അതിനവളെ വിൽക്കേണ്ടി വന്നാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ദിവസം ഇവൻ അനുഭവിക്കുമ്പോൾ ഞാൻ അവളെ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കും. മുകുന്ദന്റെ എച്ചിൽ നിന്നാൽ മാത്രമുള്ള യോഗമേ അവനുള്ളൂ. അവളെയും കെട്ടി ഷൂട്ടിങ്ങിന് അവൻ തറവാട്ടിലേക്ക് വരട്ടെ. പിന്നെ ആരും അവനെ കാണില്ല. പുറം ലോകം കാണാത്ത ആത്മാക്കളിൽ ഒരുവനായി അവന്റെ ആത്മാവും തറവാടിന്റെ ഉള്ളറകളിൽ ശ്വാസം മുട്ടിക്കഴിയും. മുകുന്ദൻ ക്ഷമയോടെ ദത്തനനുസരിച്ചു. ശിവനാഥ് മേനോൻ ഒരു BMW കാറിലും ശശിധരനും കുടുംബവും 2 ബെൻസുകളിലുമായി മാൻഷനിലേക്ക് പുറപ്പെടുമ്പോൾ അവസാനം മാത്രമാണ് ജാൻ തന്റെ കാർ സ്റ്റാർട്ട് ചെയ്തത്. തിരക്കുള്ള റോഡിൽ മറ്റു വാഹനങ്ങൾ വേഗത്തിൽ മറികടന്ന് നിരനിരയായി 4 ആഡംബരക്കാറുകൾ മാൻഷൻ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. ബെൻസ് ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് ഇതുപോലൊരു ആഡംബരക്കാർ. ഇപ്പോഴിതാകത്ത് ഞെളിഞ്ഞിരുന്ന യാത്രയാനുള്ള ഭാഗ്യം കൂടി കൈവന്നിരിക്കുന്നു. ശശിധരനും ദത്തനും മുകുന്ദനും ഒരു കാറിലാണെങ്കിൽ മറ്റൊന്നിൽ തൊട്ടുപിറകെയാണ് കൽപ്പനയും മായും ലാവണിയും. ഫ്രണ്ട് സീറ്റിലെ ഡ്രൈവർ മാത്രം. അളിയോ, ഈ മന്ത്രിമാരുടെ കൂടി വെച്ച കാറൊക്കെ പോകുന്ന പോലെയല്ലേ? ഹോ, എന്തൊരു തണുപ്പ് അതിനുള്ളില്. ദത്തന് കുളിർന്നു. ഇനിയിപ്പോ കൊല്ലാൻ കൊണ്ടുപോകുന്നാണോടാ? പണ്ട് ആദിവാസികൾക്ക് ശിക്ഷ നടപ്പാക്കാൻ പട്ടുഹാരം ഇട്ട് അലങ്കരിച്ച് ബലി കൊടുക്കാൻ കൊണ്ടുപോകുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ശശിധരൻ അപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.
കാരണം കൂട്ടിക്കൊണ്ടുപോകുന്ന സിംഹത്തിന്റെ മടയിലേക്കാണ്. അല്ലേലും നല്ലതൊന്നും നിങ്ങളുടെ തിരുവായിന്ന് വരത്തില്ലല്ലോ. ദത്തൻ പുച്ഛത്തോടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു. മുകുന്ദൻ കണ്ണ് മുറുക്കി അടച്ചിരുന്നു. ഒരു ഫോട്ടോ ഫ്രെയിമിനുള്ളിലെ ചിത്രം പോലെ മുകുന്ദന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ജാന്റെ മാറിൽ ഒരു കൈ ചേർത്ത് പതുങ്ങി നിൽക്കുന്നവളെയാണ്. അവളുടെ ഇടുപ്പിൽ മുറുകിയ അവന്റെ വലത് കൈയാണ്. രഹസ്യം പറയും പോലെ അവനെന്തോ ചെവിയിൽ ഓതിയതും നാണത്തോടെ കഴുത്ത് വെട്ടിച്ചുകൊണ്ട് അവളവന്റെ കയ്യിൽപ്പിച്ചതും ഒക്കെ മനക്കണ്ണിൽ തെളിഞ്ഞതും മുകുന്ദൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇതുവരെ ഭയത്തോടെയും വെറുപ്പോടെയും മാത്രമേ ഈ നീലാംബരി എന്ന പെണ്ണിന്റെ മുഖം താൻ കണ്ടിട്ടുള്ളൂ. അതുമാത്രം കണ്ടിട്ടാവണം ആ ഭാവത്തോട് പോലും തനിക്ക് ആർത്തിയാണ്. പക്ഷേ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവളിൽ ഇതുവരെ കാണാത്ത മറ്റൊരു ഭാവം മുകുന്ദന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. മായ പുറകിലേക്കും തിരിഞ്ഞു നോക്കി. നീലാംബരി കയറിയ കാറ് ഏറ്റവും പുറകിലുണ്ട്. ഏറ്റവും മുന്നിലൂടെ പോകുന്നത് ആ സാറിന്റെ വണ്ടിയാണ്. തൊട്ടുപുറകിലെ അച്ഛനും മാമനും ഒക്കെ. അതിന്റെ പുറകിലാണ് തങ്ങൾ സഞ്ചരിക്കുന്ന ബെൻസ്. അപ്പച്ചി, എങ്കിലും അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജീവിതം കിട്ടിയത്? അവളാകെ മാറിപ്പോയി. ലാവണി അപ്പോഴും കണ്ണു തുറിച്ചുകൊണ്ടാണ് ചോദിച്ചത്. തൊട്ടു മുമ്പ് ഇടന്നൊക്കെയും സ്വപ്നമായിരുന്നെങ്കിലെന്ന് വെറുതെ മനസ്സ് കൊതിച്ചു പോകുന്ന പോലെ. സാരി തുമ്പ് മറുതോളിലൂടെ ചുറ്റി ഇരു കൈകളും പിണച്ച് തടവി. AC-യുടെ തണുപ്പിൽ സുഖിച്ചിരിക്കുകയാണ് കൽപ്പന. ഒരു കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു. എന്തൊരു തണുപ്പ്. എടി ലാവണ്യേ, ആ ചെക്കൻ അവിടെ തൊലി വെളുപ്പ് കണ്ട് വീണതാ. അല്ലെങ്കിൽ തന്നെ നോക്കണേ, സ്വന്തം തന്തയുടെ മുമ്പിൽ വെച്ച് അവളെ കെട്ടിപ്പിടിച്ചും കുശലം പറഞ്ഞവൻ നിന്ന് സുഖിച്ച് നീയും കണ്ടില്ലേ? ആ തന്തക്കും ആ പെണ്ണിന്റെ മേലൊരു കണ്ണുണ്ട്. അതൊക്കെ നോക്കി അയാൾ നിന്ന് ചിരിച്ചേ ഞാൻ കണ്ടതാ. മറ്റവന് ഒട്ടും മോശമല്ല. എന്താ പേര്? കിരൺ. അന്ന് അമ്പലത്തിൽ വെച്ച് അവനല്ലേ ആദ്യം നീലാംബരിയെ കെട്ടിപ്പിടിച്ച് നിന്ന്. അവന് മടുത്തപ്പോ മറ്റവന് കൊടുത്തു. ഇനി അവന് മടുക്കുമ്പോ ആ തന്ത കൊണ്ടടക്കും. പിന്നെ അവസാനം വലിച്ചെറിയും. നമുക്കെന്താ, എങ്ങനെയും കുറെ കാശ് മുതലാക്കണം. പെണ്ണിന്റെ ശരീരത്തിന് കോടികളാ വില. കോടികൾ. അയാൾ പറഞ്ഞ് നീയും കേട്ടതല്ലേ? കൽപ്പന പറയുന്ന കേട്ട് മായക്ക് ദേഷ്യം വന്നു. അത് നീലാംബരിയെ കുറ്റം പറഞ്ഞതല്ല, അവൾ മനസ്സിലാക്കിയതുപോലെ അല്ലല്ലോ മറ്റുള്ളവരുടെ ചിന്ത എന്നോർത്താണ്. ഒന്ന് പോവാപ്പച്ചി, അങ്ങനെ ചിന്തിച്ചു കൂട്ടിയാലും ആ പട്ടിക്കാടിൽ കിടക്കുന്നതിന് സംസ്കാരം മാത്രമേ നിങ്ങളുടെ നാവിൽ വരുള്ളൂ അല്ലേ? എന്നാലേ അമ്മായി മരുമോളും ചെവി തുറന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നു അവൾക്ക് കിട്ടിയ ഭാഗ്യം തന്നെ ആ ചേട്ടനെന്നാ. അവരുടെ നിൽപ്പും ഭാവം കണ്ടതല്ലേ നിങ്ങളും? അവൾ ഈ കോലത്തിൽ കാണാൻ കഴിയുന്ന ഈ ജന്മം നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? ഇത് ശരിക്കുള്ള പ്രേമം തന്നെയാ. ലാവണ്യേ, മുകുന്ദനായിട്ട് അവൾ ജീവിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടല്ലേ നീ ആദ്യമേ കയറി അവനെ പ്രേമിച്ച്? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവൻ നിന്റെ തലയിലായി. അവൾ ആണൊരുത്തന്റെ കൂടെ പോവുകയും ചെയ്തു. നിനക്കിപ്പോ ഒന്നും പറയാനില്ല ലാവണ്യേ. മായ ആവേശത്തിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ അടുത്തിരിക്കുന്ന കൽപ്പനയെ അങ്ങ് മറന്നുപോയി. ഒരലർച്ചയായിരുന്നു കൽപ്പന. ഡീ, പേരെടുത്ത് വിളിക്കാറായി നീ എന്റെ ചെറുക്കനെ മാത്രോ? അവൻ ഇവനെന്നൊക്കെ. അപ്പൊ നീയാണ് ഓരോന്ന് പറഞ്ഞോളെ വഴിതെറ്റിക്കുന്നത് അല്ലേടി? വഴിതെറ്റി തന്നെയാ ഇപ്പൊ ജീവിക്കുന്നത്. അതിപ്പോ ഞാൻ പറഞ്ഞിട്ടാണോ കയ്യിലിപ്പുണ്ടാണെന്ന് എനിക്കറിയില്ല. മായ പിറുപിറുക്കും പോലെ പറഞ്ഞു. ഒന്നും മതിയാക്കൂ രണ്ടാളും, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തി കയറി ഇരിക്കുക. അപ്പോഴോ? ലാവണ്യ സ്വയം തലമാന്തി പൊളിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ രണ്ടും എന്തിനാ പിള്ളേരെ ആ പിഴച്ചവളുടെ പേരും പറഞ്ഞ് വഴക്കിടുന്നു? ആ ചെക്കനെ അവളെ മടക്കുന്നതിന് മുമ്പ് അവളെ പിഴിഞ്ഞ് കുറെ ഉണ്ടാക്കണം നമുക്ക്. അതുകൊണ്ട് കൽപ്പന അപ്പച്ചി ചിലപ്പോൾ അവളെയൊന്ന് സ്നേഹിക്കും. അത് കണ്ട് നിങ്ങൾക്ക് അസൂയൊന്നും തോന്നല്ലേ പിള്ളേരെ? അടക്കി പിടിച്ച കൽപ്പനയുടെ ചിരി മായയും ലാവണിയും ഒപ്പം കൂടി. ആ രംഗം മുന്നിൽ കണ്ട പോലെ നന്നായിട്ടൊന്ന് ചിരിച്ചു. നീലാംബരിക്ക് വന്നു ചേർന്ന ഭാഗ്യം ഇല്ലാതായി കാണാൻ മൂവര് അതിയായി ആഗ്രഹിച്ചു. പക്ഷേ സ്വർണ്ണമുട്ടയിടുന്ന പിടക്കോഴിയെ ബുദ്ധിയില്ലാത്ത ഉടമസ്ഥൻ പെട്ടെന്ന് കൊന്ന പോലെ അവളെയും കൊല്ലാൻ പറ്റില്ലല്ലോ. മുട്ടകൾ കുറെ കരുതി വെക്കണം തങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി. അതായിരുന്നു ശശിധരന്റെയും കുടുംബത്തിന്റെയും മനസ്സിൽ. ദൂരെ കാണുന്ന പടുകൂറ്റൻ മാൻഷൻ, സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്നതും ഓരോ വണ്ടികളായി ഗേറ്റ് കിടന്ന് അകത്തേക്ക് ചീറിപ്പായുന്നതും നിരനിരയായി നിർത്തുന്നതും കാറിനുള്ളിരുന്ന് ഓരോരുത്തരും വീക്ഷിച്ചു. ഡ്രൈവർമാർ തന്നെ വേഗത്തിലിറങ്ങി എല്ലാവർക്കും ഡോർ തുറന്നു കൊടുത്തു. ശേഷം വണ്ടികൾ ഓരോന്നായി വലിയ പോർച്ചിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഉണ്ടായിരുന്ന പല മോഡൽ ആഡംബര കാറുകൾക്കരികിലായി ഇവ പാർക്ക് ചെയ്യുന്നെല്ലാം അവർ നോക്കി നിന്നു. പെട്ടെന്ന് തന്നെ അവർക്കരികിലേക്ക് ഓടിയെത്തി മാനേജർ അശോകൻ. പറഞ്ഞേൽപ്പിച്ച പോലെ വിനയത്തോടെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അയാൾ ആരാ എന്താണെന്നൊന്നും അറിയില്ല. മാൻഷനിൽ ഗസ്റ്റ് ഉണ്ടെന്ന് ജയേന്ദ്രമേനോ പറയുമ്പോൾ വരുന്നവരെ പ്രതീക്ഷിച്ചെന്നാണ് അയാൾ. അകത്തേക്ക് വരൂ, ഞാൻ ഈ മാൻഷനിലെ മാനേജറാ, പേര് അശോകൻ. ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കി അയാൾ പറയുമ്പോൾ ശശിധരൻ ചുറ്റിലും ഒന്ന് നോക്കി. അല്ല, നമ്മുടെ കൂടെ വന്ന വലിയ സാർ അവിടെ? മറ്റേ രണ്ട് സാർമാരെയും കാണുന്നില്ലാലോ? ശശിധരൻ അശോകനോടായി ചോദിച്ചു. ശിവനാഥ് സാർ അകത്തേക്ക് പോയി. പിന്നെ പുറകെ വന്ന് ജാൻ സാറിന്റെ കാറാണ്. അത് സാർ തന്നെയാണ് പോർച്ചിൽ പാർക്ക് ചെയ്യുന്നത്. അപ്പൊ കിരൺ സാറും ജാൻ സാറും പോർച്ചിലുണ്ടാവും. നിങ്ങൾ അകത്തേക്ക് വരൂ. അയ്യോ, എന്റെ മോളെ ഇവിടെ, അവളെ കണ്ടില്ലല്ലോ. നീലാംബരി മോളെ? കൽപ്പന ചുറ്റും നോക്കി വിളിച്ചു പറയുമ്പോൾ ശശിധരൻ തത്തിലൊന്നും ഞെട്ടിയെങ്കിലും മായയും ലാവണിയും പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് നിന്നതേയുള്ളൂ. നിങ്ങൾക്ക് സുഖയില്ലേ തളേ? ഓലിപ്പീര് കാണിക്കാതെ വായും വെച്ചോണ്ടും മിണ്ടാതെ നോണം. നിങ്ങളുടെയൊക്കെ കൂടെ വലിഞ്ഞേറി വന്നെന്ന് കരുതി
ഞാൻ അടങ്ങിയെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അതുകൊണ്ട് പെട്ടെന്ന് ആ മാറ്റിയ മോളെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോളണം. നാണില്ലാതെ മോളെ വിളിക്കുന്ന തള്ള. പരിസരം മറന്ന് ഒച്ചയെടുത്തുകൊണ്ട് കൽപ്പനയൊന്ന് ആട്ടി മുകുന്നത്. കൽപ്പന മുഖം വെട്ടിച്ച് കൈയും കെട്ടി നിൽക്കുമ്പോൾ ദത്തൻ നോക്കിയത് വായും തുറന്നു നിൽക്കുന്ന മാനേജർ അശോകിന്റെ മുഖത്തേക്കാണ്. വന്നേ അശോകൻ വന്നേ. ഈ വീടും പുരയുടെ എത്ര ഏക്കർ വരും? അശോകന്റെ തോളിലൂടെ കൈ ചേർത്ത് ദത്തൻ അയാളെയും കൊണ്ട് മുന്നോട്ട് നടന്നു. ദത്തൻ പോയ വഴിയെ നോക്കി ശശിധരൻ തിരിഞ്ഞ് മുകുന്ദനെയും കൽപ്പനയും മാറി മാറി നോക്കി. എടാ പന്ന മുകുന്ദ, എന്നെ കൊണ്ട് നല്ല പറയിക്കില്ലാന്ന് കാച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ നീ? നിന്റെ തള്ളി കുറച്ച് സമയം നിന്റെ തിരുവായ തുറക്കായിരുന്ന നിന്റെ അണ്ണാക്കിലേക്ക് ഇവിടുന്ന് ഇട്ട് നിന്റെ പങ്കിയാൻ തിരികെ തരും. ഇപ്പോഴും ആ പിഴച്ചവളെ മനസ്സിലിട്ട് നടക്കുവൻ. പണ്ടേ ഞാൻ പറഞ്ഞ അവള് നിനക്ക് ശാശ്വതല്ലാന്ന് മറന്നോ നീ? അല്ല, നീ എന്താടാ കരുതിയേ? ആ ജാതക ദോഷക്കാരി നിന്റെ തലയിലേക്ക് ഞങ്ങൾ എന്നേക്കായിട്ട് കെട്ടിവെച്ചിരുന്നോ? നിന്റെ പെണ്ണെന്ന് ഈ നിൽക്കുന്ന ലാവണി തന്നെയായിരിക്കും. അത് പണ്ടേ ഞങ്ങൾ തീരുമാനിച്ച കാര്യം തന്നെയാ. നിനക്കറിയാത്തൊന്നല്ലോ. മറ്റവളെ വെച്ച് 10 പുത്തനുണ്ടാക്കാൻ നോക്കുമ്പോ മൊത്തം അനർത്ഥങ്ങളാ. ഇപ്പൊ അവളായിട്ടൊരു അവസരം ഒരുക്കി തന്നപ്പോ അതും കൂടി കളയിക്കാൻ നോക്കിയാലുണ്ടല്ലോ, തള്ളേനെ മോനെ ഞാൻ അരിഞ്ഞു കളയും. നിക്കക്കളില്ലാ നിൽക്കുവാ ഞാൻ. എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല. അതും മനസ്സിൽ വെച്ച രണ്ടും. മൂന്നൻ ചുണ്ടും കൂർപ്പിച്ചെന്നല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. ലാവണ്യ പുച്ഛത്തോടെ മുകുന്ദനെ നോക്കി. അയ്യേ മണോണാഞ്ച്. ആ നീലാംബരിയുടെ തലയിൽ വരച്ച വരയുടെ നിഴലെങ്കിലും എന്റെ തലയിലോട്ട് അടിച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരുത്തനെ വശത്താക്കി ഓടിക്കളയായിരുന്നു. ലാവണ്യ പിറുവിറുക്കും പോലെ പറയുമ്പോൾ മായ അവളുടെ ചെവിയിലായി പതിയെ പറഞ്ഞു. സമയം ഇനിയുണ്ട്, അവസരങ്ങളും. ഷൂട്ടിംഗ് ഒക്കെ നടക്കാൻ പോവാ. കൽപ്പന അമ്മായി പറഞ്ഞ പോലെ ആ നീലാംബരിയെ പാട്ടിലാക്കിയ അവളുടെ പേരും പറഞ്ഞ് നമുക്ക് ഈ വലിയ വീട്ടിൽ എപ്പോഴും കയറി ഇറങ്ങാം. ഈ കുടുംബത്തിൽ ഇനിയും കാണും കൊള്ളാവുന്നമാര്. മറ്റവനില്ലേ ആ കിരൺ, ആ സുന്ദരനൊന്ന് വളച്ചോരാന്നാ ഞാൻ ആലോചിക്കുന്നേ. ഒന്ന് കെട്ടിയതിന് ക്ഷീണം മാറാത്ത ലാവണ്യക്ക് മായയുടെ സന്തോഷം അത്ര പിടിച്ചില്ല. കിരൺ കുറഞ്ഞുപോയി. ആ ജാനെ തന്നെ നീ വളക്കണം. നിന്റെ സൗന്ദര്യത്തിന് മിനിമം അവനെങ്കിലും വളഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? ഞാനല്ലല്ലോ. അങ്ങോട്ട് നോക്ക്, ആ ഗാർഡനിലേക്ക് പണിക്കാരെ കണ്ടോ? നീ തുണിയിൽ അവിടെ കിടന്ന് ഓടിയാ പോരും. ആമാരും പോലും തിരിഞ്ഞു നോക്കിയില്ല. ലാവണിയുടെ പുച്ഛത്തോടെയുള്ള സംസാരം മായക്ക് നല്ലപോലെ കൊണ്ടു. ബോഡി ഷെയ്മിങ് കമ്പനി പൊറുക്കില്ല. അതേ മുകുന്ദേട്ടനിൽ നീ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് നിന്റെ ഭർത്താവിന്റെ കഴിവ് ഞാൻ കണ്ടതാ. ഒരു താളത്തിൽ അതും പറഞ്ഞ് അടക്കി പിടിച്ചുള്ള ചിരിയുമായി മായ കൽപ്പനയ്ക്കൊപ്പം നടന്നു പോകുമ്പോൾ ലാവണ്യ അപമാനത്തോടെ അവളെ നോക്കി പല്ലിയരിച്ചു. കാണിച്ചു തരാം ഞാൻ. പണല്ലേ എല്ലാവർക്കും വേണ്ട. നീലാംബരിയുടെ ജാതകദോഷം അറിയുമ്പോൾ ഇവിടെ ഉള്ളവർ ഓടിത്തള്ളും. അതിന് ഈ ലാവണ്യ വിചാരിച്ചാലും മതി. മനസ്സിലായി ഓർത്തതേയുള്ളൂ ലാവണ്യ. ആട്ടമ്പരം വിളിച്ചോതുന്ന മാൻഷന്റെ ഉൾവശം തികഞ്ഞ അമ്പരപ്പിലാണ് ശശിധരനും കുടുംബവും നോക്കിക്കണ്ടത്. കണ്ണും തള്ളി വായും തുറന്ന് ദേവലോകത്ത് എത്തിപ്പെട്ട പോലെ നിൽപ്പായിരുന്ന എല്ലാവരും. പക്ഷെ അവരവിടെ സ്വാഗതം ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നോക്കുമ്പോൾ കണ്ടു കാവ്യയുടെയും നീലാംബരിയുടെയും ഒപ്പം നിറഞ്ഞ ചിരിയോടെ കയറി വരുന്ന ശ്രീ പാർവതി. പിള്ളേര് വരുന്നറിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നതാണ് ശ്രീ. സാരിയുടെ മുകളിൽ ഡോക്ടേഴ്സ് യൂണിഫോം ധരിച്ച് കയ്യിൽ ചെറിയ ബാഗുമായി അകത്തേക്ക് വന്ന ശ്രീയുടെ മുഖത്തെ തിളക്കം കാവ്യയും നിലയും കണ്ടതിന് സന്തോഷം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നീലാംബരിയുടെ മുഖം അപ്പോഴും തെളിഞ്ഞിരുന്നില്ല. ശ്രീ എല്ലാവരെയും മാറി മാറിയും നോക്കി. ആ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവം കണ്ടില്ലെന്ന് മാത്രമല്ല, ഒന്ന് ചിരിക്കുക പോലും ഉണ്ടായില്ല. ശ്രീയെ കണ്ടതും ശശിധരനും കൽപ്പനയിലെ ഒരു ജാളിതയുണ്ടായി. അശോകൻ, ഇവർക്ക് ഗസ്റ്റ് റൂം റെഡിയായി കൊടുക്കൂ. ശരി മേഡം. അശോകനോടായി ശ്രീ പറയുമ്പോൾ അയാൾ ബഹുമാനത്തോടെ മറുപടി പറഞ്ഞു. അപ്പോഴാണ് വേഗത്തിൽ ജാനു കിരൺ അകത്തേക്ക് കയറി വന്നത്. ഇയർബഡിലൂടെ ആരോടോ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ആരെയും മൈൻഡ് ചെയ്യാതെ വേഗത്തിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ജാനെ തറവാട്ടിലുള്ളവർ വായും തുറന്ന് നോക്കിയിരുന്നു. സ്റ്റെയറിന്റെ കോർണർ എത്തിയതും അവൻ തലയിരിച്ച് നീലാംബരിയെ നോക്കി. ഒരു പുഞ്ചിരി പോലും ഇല്ലാത്തൊരു നോട്ടം. ആ നോട്ടം അവിടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറി. എന്തൊരു നോട്ടാടി ആ ചേട്ടന്റെ. മായ ലാവണ്യയുടെ ചെവിയോരം പതിയെ പറഞ്ഞു. കാവ്യയും നിലയും സ്ത്രീയെ ഏൽപ്പിച്ച് കിരണും മുകളിലേക്ക് തന്നെ പോയി. നിങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിക്കോ. വാൾഡ്രോബിൽ പുതിയ ഡ്രസ്സുണ്ട്. ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിരുന്നു. നിങ്ങൾ ഫ്രഷ് ആകുമ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. കാവ്യയും നിലയും നോക്കി ശ്രീ പറയുമ്പോൾ അവരൊരു സംശയം കൂടാതെ തന്നെ മുമ്പ് മാൻഷനിൽ തങ്ങിയപ്പോൾ താമസിച്ച റൂമിലേക്ക് പോയി. അവരുടെ ആ പോക്ക് നോക്കി തറവാട്ടിലുള്ളവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അളിയോ, ഈ പെണ്ണ് ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസം എന്നാ തോന്നുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ? നിങ്ങൾ ഇത്രയും കൊല്ലം തല്ലിപ്പഴുപ്പിച്ച് വളർത്തിയതൊക്കെ വെറുതെയാ. ആ തള്ളവേലിയാടിയവളല്ലേ, മോള് മതിലിയാടിയില്ലെങ്കിൽ അതിശയുള്ളൂ. ദത്തനെ നോക്കി ശശിധരൻ ആദ്യമൊന്ന് പരിഹരിച്ചെങ്കിലും പിന്നീട് അയാൾ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യവർന്ന് സമാധാനിച്ചു. ഗസ്റ്റ് റൂമുകളിലൊന്നിലായി ശശിധരനും ദത്തനും മുകുന്ദനും താമസ സൗകര്യം ഒരുക്കിയെങ്കിൽ മറ്റൊന്നിലായിരുന്നു കൽപ്പനയും മായയും ലാവണ്യയും. ലാവണ്യക്ക് അതിൽ ചെറിയ നീരസം തോന്നിയിരുന്നു.
പണ്ടെപ്പോഴോ മൂകാംബിക ക്ഷേത്രത്തിൽ കുടുംബസമേതം ദർശനത്തിന് പോയപ്പോഴാണ് ആദ്യമായി AC മുറിയിൽ ഉറങ്ങിയത്. പക്ഷെ ആ മുറിയൊക്കെ ഒരു മുറിയാണോ? ഏതോ റിസോർട്ടിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ പോലെ ഒരു ഫീലുണ്ടായി ലാവണ്യക്ക് മാൻഷനിൽ എത്തിയപ്പോൾ. എനിക്ക് മൂന്നേട്ടിന് മാത്രമായിട്ടെങ്കിലും ഒരു റൂം തരാമായിരുന്നു. പുതുപ്പെണ്ണിന്റെ ഓരോരോ ആഗ്രഹങ്ങളെ പാവം ജാനെങ്കിലാന്ന് ശ്രദ്ധിക്കായിരുന്നു. ഈ മുറിയിലൊക്കെ ഉറങ്ങണമെങ്കിൽ കൂടുതൽ പെണ്ണും വേണം അല്ലേ അളിയ? എന്തോ എനിക്കറിയില്ല. ദത്തം പറയുമ്പോൾ ശശിരൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു. അതിന് ദത്തനൊന്ന് ഊറിച്ചിരിച്ചു. കയ്യിൽ ഓരോ ജോഡി ഡ്രസ്സ് വീതം കരുതിയത് കൊണ്ട് എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി. ശശി തന്നെ തിടുക്കമായിരുന്നു എല്ലാവരെയും ഒന്ന് കാണാനും കാര്യങ്ങൾ വേഗത്തിൽ നീക്കുപോക്ക് ഉണ്ടാക്കാനും. ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെന്തായാലും കൂടുതൽ പേരുണ്ടാകുമെന്നോർത്ത് എല്ലാവരുടെയും മുമ്പിൽ നീലാംബരിയുടെ ഉത്തരവാദിത്തമുള്ള അമ്മാവനായി തകർത്തഭിനയിക്കാൻ അയാൾക്ക് അച്ചകെട്ടിയിരുന്നു. മുറി തുറന്ന് മായ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഹാളിലെങ്കും ആരും ഉണ്ടാവരുതെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചത്. മനസ്സിൽ കരുതിയതുപോലെ സംഭവിച്ചതിന് സന്തോഷത്തിൽ നീലാംബരി കയറിപ്പോയ റൂമിന്റെ അടുത്തേക്ക് അവൾ നടന്നു. ഹാൻഡിൽ പിടിച്ച് തിരിച്ചതും മുറി അകത്തുനിന്ന് ലോക്കാണെന്നുള്ളത് മനസ്സിലായി. നിരാശയോടെ പിന്തിരിഞ്ഞു പോകാനൊരുങ്ങിയവയാണ് വാതിലാരോ തുറന്ന്. അവൾ പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ഈറൻമുടി ടവൽ കൊണ്ട് തോർത്തിക്കൊണ്ട് നിൽക്കുന്ന നീലാംബരിയാണ്. എന്താ മായി, ഡോറി തട്ടിയായിരുന്നോ? അതിന് മറുപടിയൊന്നും പറയാതെ മായ അകത്തേക്ക് ചാടിക്കയറി മുറിയിലാകമാനൊന്ന് കണ്ണോടിച്ചു. മറ്റേ പെണ്ണെവിടെ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? അവള് കുളിക്കുക. മായ കാവ്യ കാണാനാണ് ഇങ്ങോട്ട് വന്ന്? നീലാംബരി കൗരത്തിൽ തന്നെ ചോദിച്ചു. പക്ഷെ മായ അപ്പോൾ നോക്കിയ നീലാംബരി ധരിച്ചിരുന്ന ഒരു മിക്കി മൗസിന്റെ പടമുള്ള ഒരു നൈറ്റ് സ്യൂട്ടിലായിരുന്നു. വെൽവെറ്റ് ക്ലോത്തിൽ പീച്ച് കളർ ഷർട്ടും പാൻറ്റും. നീ ആകെ മാറിപ്പോയി നീലാംബരി. കണ്ണുകളിൽ അത്ഭുതം നിറച്ച് മായവളെ നോക്കി. പിന്നെ മാറിയതായിരുന്നോ? മായയുടെ കാഴ്ചപ്പാടിൽ ഞാൻ എങ്ങനെയായിരിക്കണം എന്നായിരുന്നു. ഇത് തന്നെയാ നല്ലത്. പക്ഷെ നീ മാത്രം മാറിയിട്ടും കാര്യമില്ലല്ലോ. തറവാട്ടിലെല്ലാവരും പഴയ പോലെ തന്നെയാ. നീ മാറിയില്ലേ, അപ്പൊ അവരും മാറിക്കോളും. നീലാംബരി പറയുമ്പോൾ മായ അവളെ സംശയത്തോടെ നോക്കി. മായക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ മുന്നിൽ വന്ന് ഇന്ന് ഇതുപോലെ സംസാരിക്കുന്ന രീതിയിൽ നീ മാറിയില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ശരിയാണ്, ഇവളെ കാണുമ്പോൾ തന്നെ കടിച്ചു കയറാൻ നിൽക്കാറുള്ളവളെത്താൻ പെട്ടെന്ന് വന്ന് സ്നേഹത്തോടെ അഭിനയം കാഴ്ചവെച്ചാൽ തന്റെ പ്ലാൻ വിജയിക്കില്ല. ഓ അങ്ങനെ. എനിക്കിപ്പോഴും നിന്നോട് പ്രേമൊന്നുമില്ല നീലാംബരി. ലാവണിക്ക് മുകുന്ദേട്ടനെ ഇഷ്ടമായിരുന്ന കാര്യം നിനക്ക് അറിയാലോ. അപ്പോഴാ എല്ലാവരും കൂടി മുകുന്ദേട്ടനെ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു. ലാവണിയുടെ സങ്കടം കണ്ട് വളർന്നിട്ടാവണം എനിക്ക് നിന്നോടും ദേഷ്യം തോന്നിയത്. ഇപ്പൊ ലാവണി ഹാപ്പിയാ. പിന്നെ ഞാനെന്തിനാ നിന്നോട് ഇനി വൈരാഗ്യം കാണിക്കുന്നത്? മതിമായി, കൂടുതൽ കഷ്ടപ്പെടണ്ട. അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ നിന്റെ വായിൽ നിന്ന് തന്നെ അത് കേട്ടതാ. നിനക്കും നിന്റെ ലാവണിക്കും മുകുന്ദേട്ടനുള്ള പ്രേമം എങ്ങനെയാണെന്നുള്ളത് നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ഓ, എന്നോട് കിടന്ന് ചാടാൻ നിനക്ക് പണ്ടേ നല്ല നാക്കാം. ഈ ചാട്ടം ബാക്കിയുള്ളവരുടെ കൂടി കാണിച്ചാൽ എന്താ നിനക്ക്? അതെങ്ങനെ വേണമെന്ന് ഞാൻ നോക്കിക്കോളാം. നിന്റെയും നിന്റെ പെങ്ങളുടെ ഉപദേശം തൽക്കാലം കേൾക്കണ്ട. നീലാംബരി അമ്പിന് വില്ലിന് അടുക്കാത്ത മുട്ടിൽ നിന്നു. എന്റെ പെങ്ങളെന്തായാലും നിന്നെ ഉപദേശിക്കാൻ പറ്റില്ല. പക്ഷെ നിന്നോട് ഞാനൊരു കാര്യം പറയാം. നിന്നെ എല്ലാവരും കൂടി ചതിക്കുക. നിന്നെ ഇവർക്ക് വിറ്റ് കാശാക്കാൻ നോക്കുക. നിന്റെ ശശിധരൻ മാമിയും കൽപ്പനമ്മായും. അല്ലാതെ നിന്നുള്ള സ്നേഹം കൊണ്ടോ നീ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിച്ച് കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല എല്ലാവരും ഇവിടേക്ക് വന്നത്. അറിയാം, മായ എനിക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്നെ എല്ലാവരും കൂടി ഇവർക്ക് വിൽക്കാൻ നോക്കിയെന്ന് നീ പറഞ്ഞല്ലോ. അതിനിവിടെ ആരും എന്നെ വില പറഞ്ഞ് വാങ്ങിയിട്ടില്ല, വാങ്ങിയില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് എന്നെ മനസ്സിലാവും. ഇനിയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ നീലാംബരി മായ നോക്കി പറയുമ്പോൾ മായയുടെ മുഖം ചുളിഞ്ഞു. അലയിലും താനിലാവണിയും പറയുന്നൊന്നും പണ്ടേവളും മൈൻഡ് കൂടെ ചെയ്യാറില്ലെന്ന് മാത്രമല്ല തിരിച്ചു നല്ല പറയാറാണ് പതിവ്. ഇനിയൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. എല്ലാ സത്യങ്ങളും ഇവിടെ അറിയുക തന്നെ വേണം. മായ മനസ്സിൽ കണക്ക് കൂട്ടി. എനിക്കെന്താ, നീയും നിന്റെ അമ്മയിൽ അനുഭവിക്കാൻ പോകുന്നു. എനിക്ക് നിന്നോട് പറയണം തോന്നി. ഇനി ഞാനും നീയും തമ്മിൽ ശത്രുതയുടെ ആവശ്യമില്ലല്ലോ. നീ അറിഞ്ഞോന്ന് എനിക്കറിയില്ല, അറിയാൻ സാധ്യതയില്ല. ഞങ്ങളെല്ലാവരും തറവാട്ടിലേക്ക് താമസം മാറുക. അതിന്റെ പിന്നിലൊരു ചതി തന്നെയാ. എന്ത് ചതി? നിന്നെ തിരികെ തറവാട്ടിലെത്തിക്കാൻ എല്ലാവരും കൂടി ചേർന്ന് കരുവാക്കാൻ പോകുന്നേ നിന്റെ അമ്മയെയാ. നിർത്ത്, ഞാനിത് കുറെ കേട്ടുള്ളത് തന്നെയാ. എന്ത് ചെയ്യേണ്ട അമ്മയെ അവര് തല്ലോ പട്ടിണിക്കിടോ? ചെയ്തോട്ടെ, കൂടിപ്പോയ കൊല്ലും. അതിനപ്പുറം നിന്നോടാ ചെയ്യാൻ? ഇനി എൻ്റെ അമ്മയുടെ പേര് പറഞ്ഞ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഏർപ്പാട് വേണ്ടെന്ന് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരോട് പോയി പറഞ്ഞേക്ക്. സ്വന്തം വീട്ടുകാരുടെ അടികൊണ്ട് മരിക്കാനാണ് എൻ്റെ അമ്മയുടെ യോഗമെങ്കിൽ ആ വിധിയെ തടുക്കാൻ ഇനി ഞാൻ ശ്രമിക്കില്ലമായി. പക്ഷേ ആ പേര് പറഞ്ഞ നീലാംബരിയെ തളർത്താന്ന് ഇനി ആരും കരുതണ്ട. ആണൊരുത്തന്നെ തണലേറ്റതിൻ്റെ ആവാം വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു നീലാംബരിയുടെ വാക്കുകളിൽ. അങ്ങനെ പറഞ്ഞു എന്നെഴുതി അമ്മയെ കൊല്ലാൻ അവൾ കൂട്ടുനിൽക്കുകയുമില്ല. പക്ഷേ മായയും അങ്ങനെ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. നീലാംബരിയുടെ കുറെ കാലത്തേക്ക് ആരും മോശമായി പെരുമാറില്ലെന്ന് അവൾക്കറിയാം. പക്ഷേ എങ്ങനെ ഈ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ അനുവദിക്കാതെ ഭയപ്പെടുത്തി അവളെ തിരികെ തറവാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ മായ കൊതിച്ചു. നിങ്ങളെ ആരും കൊല്ലാനോ തിന്നാനൊന്നും പോകുന്നില്ല. പക്ഷെ വേറെ പലതും അവരുടെ ഉദ്ദേശം. നിനക്കറിയാലോ നീലാംബരി, എൻ്റെ അച്ഛന് നിന്റെ അമ്മയുടെ മേലൊരു കണ്ണുണ്ടെന്ന കാര്യം. ഇതുവരെ അവസരം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അച്ഛൻ അടങ്ങിയിരുന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ശശിധരൻ മാമൻ ഏതാണ്ട് കണ്ണടച്ച മട്ട.
ഒളിഞ്ഞും തെളിഞ്ഞും ലാവണ്യ കേട്ട കാര്യമാണ് ഞാനിപ്പോൾ നിന്നോട് പറയുന്നത്. നിന്നെ തിരികെ തറവാടിലെത്തിക്കാൻ കരുവാക്കാൻ പോകുന്ന നിന്റെ അമ്മയെയാ. എൻ്റെ അച്ഛൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മട്ട. അപ്പോൾ അത് ഏത് വിധത്തിലാവുമെന്ന് ഞാൻ എനിക്കിനും പറഞ്ഞു തരേണ്ട കാര്യമുണ്ട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്കെന്താ, നിനക്കൊന്നും നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. എങ്കിലും ഞാൻ പറയുക, തറവാടും പുരയിടവും തട്ടിയെടുക്കുക എന്ത് വേണോ അവരെല്ലാം ചെയ്യും. അതും പറഞ്ഞ് ചുണ്ടിൽ ഒളിപ്പിച്ച വിജയശ്രീയുടെ മായ തിരിഞ്ഞടന്നു. തലക്ക് പുറകിൽ അടിയേറ്റ പോലെ നീലാംബരി തറഞ്ഞെന്ന് പോയി. അമ്മയുടെ മാനം കാക്കാൻ സ്വയം മരണം ഏറ്റുവാങ്ങുമ്പോൾ അച്ഛൻ അമ്മയ്ക്ക് തണലൊരുക്കിയ നീലാംബരി എന്നൊരു മകളെ കൊടുത്തുകൊണ്ടാണ്. ആ അമ്മയെ തനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് പോലും തന്നോട് പൊറുക്കില്ല. അച്ഛനെ കുറിച്ചുള്ള അന്വേഷണം പോലും പാതി വഴിയിലായിട്ടേ ഉള്ളൂ. എങ്ങനെയും എത്രയും പെട്ടെന്ന് തറവാട്ടിലേക്ക് തിരികെ പോകണം. മാനേജർ അശോകൻ പറഞ്ഞ പ്രകാരം തറവാട്ടിലുള്ള ഒരു മാൻഷനിലെ വലിയ ഡൈനിങ് ടേബിൾ ഇരുന്നു. ഷെഫുമാർ അവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പി. മുകുന്ദനൊഴികെ മറ്റെല്ലാവരും മൂക്കുമുട്ട ആഹാരം കഴിച്ചു. അപ്പോഴും മാൻഷനുള്ളവർ അവർക്കടുത്തേക്ക് വന്നിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു മുറിയിൽ ഒത്തുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് അശോകൻ ഒരിക്കൽ കൂടി എല്ലാവരെയും വിളിക്കുന്നത്. എല്ലാവരും ലിവിംഗ് ഹാളിലേക്ക് വന്നപ്പോഴേക്കും കണ്ടു വൈറ്റ് കളർ സിംഗിൾ സോഫകളായിരിക്കുന്ന ജയേന്ദ്രനും കനകവും. വലിയ നീളം സോഫകളിൽ ഒന്നിൽ ശ്രീയും ശിവനാഥുപേരനും കിരണും, അവർക്കടുത്തായി മുഖം കിരിച്ചിരിക്കുന്നുണ്ട് കാവ്യയും നീലാംബരിയും. ഓപ്പോസിറ്റായി കിടന്ന മറ്റൊരു വലിയ സോഫയിലേക്ക് ചൂണ്ടി ജയേന്ദ്രൻ ശശിധരനെ നോക്കി പറഞ്ഞു, അങ്ങോട്ട് ഇരിക്കാം മിസ്റ്റർ ശശിധരൻ. ഓ കേട്ടപാടെ ശശിധരൻ അനുസരണയുടെ തോൾ താഴ്ത്തിയിട്ട് സോഫയിലേക്ക് ഇരിക്കുമ്പോൾ ഒപ്പം ദത്തനും കൽപ്പനയും സോഫയിലേക്ക് ഇരുന്നു. മായയും ലാവണിയും പുറകിലായി സോഫയിൽ താങ്ങി നിന്നതേയുള്ളൂ. ഓരോരം ചേർന്ന് മുകുന്ദനും നിന്നു. എല്ലാം വലിയ വീട്ടുകാരുടെ ഒരു പ്രഹസനമായി തോന്നി മുകുന്ദന്. ഭക്ഷണമൊക്കെ നന്നായിരുന്നു മിസ്റ്റർ ശശിധരൻ. ജയേന്ദ്രൻ തന്നെയാണ് അത് ചോദിച്ചത്. പിന്നെ എല്ലാം നന്നായിരുന്നു. അടുത്തിടൊന്നും ഇത്രയും നല്ല കഴിച്ചിട്ടില്ല. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ഇവിടേക്ക് വിളിപ്പിച്ച്. അപ്പോ പറയാനുള്ള കാര്യങ്ങൾ നേരെ ചൊവ്വയൊന്നും പറയാം. കേൾക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.